ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ട ടാസ്ക് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു റോബോട്ടിനെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ട്രെയിൻ ചെയ്ത് എടുക്കുന്നു. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ എങ്ങനെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കും? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിങ്ങളെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ച് തരുന്നത് എങ്ങനെയാണ്? ടീച്ചർ നിങ്ങൾക്ക് വെർബലി കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ടെക്സ്റ്റ് നോക്കി പഠിച്ചിട്ടാണ് നിങ്ങൾ പർട്ടിക്കുലർ കെമിസ്ട്രിയിലാവട്ടെ ഫിസിക്സിലാവട്ടെ നിങ്ങൾ എക്സൽ ആവുന്നത്, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലേ? അപ്പോൾ വെർബലി നിങ്ങൾ കേട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങളുടെ കാതുകൊണ്ട് കേട്ട് അങ്ങനെ മനസ്സിലാക്കി വായും കൊണ്ട് വായിച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ട്യൂൺ ചെയ്തു ട്രെയിനായി. കെമിസ്ട്രിയിൽ ഇങ്ങനെയാണ്, ഫിസിക്സിൽ ഇങ്ങനെയാണ് ട്രെയിനായി. ഇതേപോലെ വെർബലി പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു റോബോട്ടിനെയോ ഒരു സോഫ്റ്റ്വെയറിനെയോ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇമേജസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും എക്സൽ ഫയൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. എക്സൽ ഫയലായിട്ട് കുറേ ഡാറ്റാസ് നമ്മൾ ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനോ ഒരു റോബോട്ടിനോ കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കും. അങ്ങനെയാണ് ട്രെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു ഹ്യൂമൻ ട്രെയിൻ ആവുന്നത് എങ്ങനെയാണ്, ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ട്രെയിൻ ആവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മിഷൻ ടു മിറർ ഹ്യൂമൻ കോഗ്നേറ്റീവ് ടാസ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഹ്യൂമൻസിന് വേണ്ടിയിട്ടുള്ള ടാസ്ക്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് റെക്കഗ്നൈസിങ് ഫേസസ്. നമ്മളിപ്പോൾ മനുഷ്യന് ഒരാളുടെ ഫേസ് കണ്ടാൽ മനസ്സിലായി. ഇപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ അമ്മ അച്ഛൻ, അവരുടെ എല്ലാം ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇത് എൻ്റെ അമ്മയാണ്, ഇത് എൻ്റെ അച്ഛനാണ്, ഇത് എൻ്റെ മാമനാണ്, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ റെക്കഗ്നൈസിങ് ഫേസസ് മനുഷ്യനും മൃഗങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ. ഫേസസ് ഒക്കെ മനുഷ്യനും മൃഗങ്ങൾക്കും മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, ഫേസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം മാറി. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിന് നമ്മൾ ആരാണെന്ന് മനസ്സിലാവും, ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഓപ്പൺ സി വി പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ട്, അത് ഹൈ എൻഡ് കോഡിംഗ് ആണ്. അത് വെച്ചിട്ടാണ് മനസ്സിലായത്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു ക്യാമറന്റെ ഫ്രണ്ടിൽ നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് വെച്ച് റെക്കഗ്നൈസ് ചെയ്യും. എൻ്റെ പേര് ആദിത്യനാണ്, അല്ലെങ്കിൽ ഇവിടെ നിഖിലാണ്, നന്ദനയാണ്, നിഹാരയാണ്, ആലിയ ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിനോ ഒരു റോബോട്ടിനോ പറ്റും. പിന്നെ അതോടൊപ്പം മേക്കിംഗ് കോംപ്ലക്സ് ഡിസിഷൻസ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻസ് കാര്യങ്ങളെല്ലാം എടുക്കേണ്ട രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എബിലിറ്റി വളർന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ കാണും. ഡോക്ടർ നമ്മുടെ സിംറ്റംസ് ഒക്കെ നോക്കും, സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഈ ഡിസീസ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതും, മരുന്ന് മേടിക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. അപ്പം ഇതിന് പുറമെ നമ്മുടെ സിംറ്റംസ് നമ്മളൊരു എഐൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ചാറ്റ് ജിപിടിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ എഐ തന്നെ ഡയഗ്നോസ് ചെയ്യും, നമുക്ക് ഇതാണ് ഈ അസുഖമാണ്, ഈ മെഡിസിന് മതി, ഇതാണ് അസുഖം എന്നുള്ള രീതിയിൽ കോംപ്ലക്സ് ഡിസിഷൻസ് എടുക്കാൻ വരെ കേപ്പബിൾ ആയി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതെല്ലാം എങ്ങനെയാണ് കേപ്പബിൾ ആവുന്നത്? ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു, കുറേ ഡാറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്ത് എടുപ്പിക്കുകയാണ്. പിന്നെ ട്രാൻസ്ലേറ്റിംഗ് ലാംഗ്വേജ്, നമ്മുടെ ഫോണിലൊക്കെ കാണുന്ന പോലെ, ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാംഗ്വേജസ് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം എഐൻ്റെ ഒരു കേപ്പബിലിറ്റിയാണ്. സോ computing paradigm shifted from rigid rules to autonomous learning. സോ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 1950s 1950 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ജേർണി സ്റ്റാർട്ട് ആവുന്നത്. അലൻ ട്യൂറിംഗ് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കണം. അലൻ ട്യൂറിംഗ് ആണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടേം കോയിൻ ചെയ്തെടുത്തതും അതിനെ പറ്റിയിട്ടുള്ള ഒരു തിയറി സ്റ്റാർട്ട് ചെയ്തെടുത്തതും അലൻ ട്യൂറിംഗ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആളുടെ മനസ്സിൽ സ്ട്രൈക്കായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാൻ മെഷീൻസ് തിങ്ക്? മനുഷ്യൻ ആലോചിക്കുന്നത് പോലെ മെഷീൻസിന് തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ആളുടെ മനസ്സിൽ വന്നതിലൂടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വന്നത്. സോ ഡാർട്ട്മൗത്ത് കോൺഫറൻസിലാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തതും സ്റ്റാർട്ട് ചെയ്തതും. ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു റൂൾ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു. ഈ റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയാം എന്ന് വിചാരിക്കണം.
ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു ബോൾ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വൈഡ് ബോളാണെന്ന് അമ്പയർ ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ വെച്ചിട്ട് ഒരു സിഗ്നൽ തരും. അപ്പോൾ അതൊരു റൂളാണ്. വൈഡ് പോയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റണ്ണ് നമ്മൾ എതിർ ടീമിന് കൊടുക്കും. അതൊരു റൂളാണ്. അങ്ങനെ ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു എന്ന് പറഞ്ഞത്. ഇഫ് എ ഹാപ്പൻസ് ഡു ബി എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഇഫ് ബോൾ ഈസ് വൈഡ് ദെൻ ഗീവ് 1 റൺ ടു ദ ഓപ്പോസിറ്റ് ടീം എന്നുള്ള രീതിയിലാണ് ഈ റൂൾ ബേസ്ഡ് സിസ്റ്റം. അങ്ങനെ ആയിരുന്നു ഇത് വർക്ക് ആയിക്കൊണ്ടിരുന്നത് ഇനിഷ്യലി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് മാറി ഇതൊരു ലേണിംഗ് ബേസ്ഡ് സിസ്റ്റം ആയിട്ട് മാറി. സ്വന്തമായിട്ട് പാറ്റേൺസ് എല്ലാം കണ്ടുപിടിച്ച്, ഞാൻ പറഞ്ഞ ഈ സിംറ്റംസ് ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഈ ഡിസീസ് ആണെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് AI ഇത്ര വർഷത്തിൽ ഇവോൾവ് ചെയ്തു. ഹ്യൂമൻ ലേണിംഗ് റിലൈസ് ഓൺ ബിൽഡിംഗ് ആൻ ഇന്റേണൽ ഫീച്ചർ മാപ്പ് ഫ്രം ഏർലി ലൈഫ് എക്സ്പീരിയൻസ്. ഹ്യൂമൻ ലേണിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇനിഷ്യലി പറഞ്ഞു ഒരു ക്ലാസ് റൂം ബേസ്ഡ് എക്സാമ്പിൾ ഞാൻ തന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടീച്ചർ വെർബലി പറയുന്നു, ഒരു സബ്ജക്റ്റിന് നിങ്ങൾ എക്സൽ ആവുന്നു. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു ഡോഗ്, ഈ ഡോഗ് നിങ്ങൾ എങ്ങനെയാണ് ഇതൊരു ഡോഗ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? അത് നിങ്ങളിപ്പോൾ ഏത് കളർ, വെള്ള കളറും കറുപ്പ് കളറും ബ്രൗൺ കളർ ഡോഗ്സിനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അത് ഡോഗ് ആണെന്ന് മനസ്സിലാക്കി? കാരണം ഈ ചെറുപ്പം മുതലേ നിങ്ങളുടെ പാരൻസ് ആവട്ടെ ടീച്ചേഴ്സ് ആവട്ടെ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ചു ഇത് ഡോഗാണ്. അപ്പം നിങ്ങൾ അനലൈസ് ചെയ്യും. ഒരു ഡോഗിനെ കാണുമ്പോൾ നിങ്ങൾ അനലൈസ്, അതിൻ്റെ മുടി, 4 ലെഗ്സ്, അതിൻ്റെ ടെയില്, വാല്, ബാർക്കിംഗ് സൗണ്ട് എല്ലാം കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി? ഇതൊരു ഡോഗാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾ, അപ്പം മനുഷ്യൻ, നിങ്ങൾ കാണും, നിങ്ങളുടെ കണ്ണിലൂടെ കണ്ട് ഇയേഴ്സിലൂടെ സൗണ്ടൊക്കെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കി. നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഡോഗാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അതെങ്ങനെ? നിങ്ങളുടെ ഇയേഴ്സിൽ ചെറുപ്പത്തിലെല്ലാം നിങ്ങൾ കണ്ട് 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 മനസ്സിലാക്കി. ഇതേപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഒരു 1000 ഇമേജസ് നമ്മൾ, അല്ലെങ്കിൽ ഒരു 50-100 ഇമേജസ് നമ്മുടെ എഐക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ പിന്നെ എങ്ങനത്തെ കളർ ഡോഗ്സ്, എങ്ങനത്തെ ബ്രീഡ് കൊടുത്താലും എഐക്ക് മനസ്സിലാവും ഇതൊരു ഡോഗാണ്. ഇപ്പം എലിഫാൻ്റ് ആവട്ടെ, എലിഫാൻ്റ് എങ്ങനെ, ചെറിയ എലിഫാൻ്റ്, വലിയ എലിഫാൻ്റ് ആവട്ടെ, എങ്ങനത്തെ എലിഫാൻറ്റിന് കൊടുത്താലും എലിഫാൻ്റ് ആണെന്ന് മനസ്സിലാവും. അതേപോലെയാണ് മനുഷ്യൻ്റെ ഒരു നെക്സ്റ്റ് ലെവലാണല്ലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മൾ ട്രെയിൻ ആയ രീതിയിൽ പോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്.